പിന്നെ അതേപോലെ പിന്നെ അപ്പം ഇനി നമുക്കൊരു തമാശയുള്ള ഒരു സാറിൻ്റെ ഇൻസിഡൻറ്റിലേക്ക് പോവാം. സാർ കാക്കനാട് വർക്ക് ചെയ്യുന്ന സമയത്ത് പണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഈ പുസ്തകത്തിലാണ് പിന്നെ ഞാൻ ആ കഥ കേൾക്കുന്നത്. ആ കഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു പോലീസ് ഓഫീസർ ഏതോ ഒരു ആർമി ഓഫീസർ എന്തോ അടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആർമിയിൽ നിന്ന് പാങ്ങോട് നിന്നല്ലേ ആർമി ക്യാമ്പുള്ള അവിടുന്ന് ആൾക്കാർ വന്ന് ഇയാളെ അടിച്ച് പോലീസിൽ കയറി പോലീസുകാരൊക്കെ അടിച്ച് ഇടിച്ച് ശരിയാക്കി എന്ന് പറയുന്നൊരു കഥ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അപ്പം ഏതോ ഒരു ലോക്കപ്പിൽ കിടന്ന പ്രതിയാണ് പറഞ്ഞത്, അത് ഒരു കള്ളനാണ് പറഞ്ഞത്. ആ സാറുമാരെ പട്ടാളം ഒന്നായിട്ട് ജീപ്പിൽ വരുന്നുണ്ട്, ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത് അവരാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതേപോലത്തെ ഒരു കഥ സാറ് കാക്കനാട് സാറിന് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് കൊമഡോറിൻ്റെ ഒരു നായ മരിച്ചു പോയപ്പോൾ സാറിനല്ല ചെയ്തത്, അത് സാറിൻ്റെ ഒരു സുഹൃത്തായിരുന്നു. സാറിനെയാണ് അത് സോൾവ് ചെയ്യാൻ വിട്ടത്. ആ കഥ എന്ന് പറയുമോ? ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അതായത് എൻ്റെ ജൂനിയറാണ് അദ്ദേഹം വന്ന് നിയമപ്രകാരമുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഷ്ടകാലത്തിന് ഒരു ഡോഗിനെ വാക്സിനേറ്റ് ചെയ്തപ്പോഴത്തേക്കും മരണപ്പെട്ടു, റിയാക്ഷൻ വന്ന് മരണപ്പെട്ടു പോയി. അപ്പോൾ അതിൻ്റെ ഓണർ അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം ഒരു നേവിയിലെ കമ്മഡോറാണ്. കമ്മഡോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കരസേനയിൽ ബ്രിഗേഡിയറിൻ്റെ റാങ്കാണ്, ഉയർന്ന പദവിയിലെ ഓഫീസറാണ്. അപ്പോൾ കമ്മഡോർ ആകെ വയലൻ്റായി. അദ്ദേഹം അവിടെ ഭയങ്കര നാശനഷ്ടം ഉണ്ടാക്കി. അല്ല, കസേരയൊക്കെ അടിച്ച് പൊട്ടിച്ചു, ഫയലൊക്കെ എടുത്ത് വെളിയിൽ എറിഞ്ഞു, ഫോണൊക്കെ അടിച്ച് പൊട്ടിച്ചു. ഡോക്ടർ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടത്. പക്ഷേ അത് ഡോക്ടറുടെ കുറ്റമല്ല, ഇറ്റ്സ് കഷ്ടകാലത്തിന് പറ്റിപ്പോയത്. എന്ത് പറയാനാ? അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു നാളെ പിറ്റേന്ന് എങ്ങനെ പോവും. അപ്പോൾ എനിക്കറിയാം അദ്ദേഹം നാളെ രാവിലെ വരും, സർവ്വസന്നാഹമായിട്ട് വരുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോയിരുന്നോളാം, ഡ്യൂട്ടിക്ക് ഞാൻ കയറിക്കോളാം. അങ്ങനെ ഡ്യൂട്ടിക്ക് ഞാൻ ചെന്ന് കറക്റ്റ് അതുപോലെ തന്നെ ഒരു 8:15 ആയപ്പോഴത്തേക്ക് അദ്ദേഹം തൂവുള്ള യൂണിഫോം, അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ഔദ്യോഗിക യൂണിഫോമിൽ വന്ന് അദ്ദേഹം കൂടെ ഒരുപാട് പട്ടാളക്കാരുണ്ട്. കാര്യം എന്തിനും പോന്ന പയ്യന്മാരെ. വേർ ഈസ് ഡോക്ടർ സോ ആൻഡ് സോ? ഹീസ് നോട്ട് ഹിയർ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ് ഡോണ്ട് യു റിമെമ്പർ മീ ഡോക്ടർ? അപ്പോൾ അദ്ദേഹത്തെ മുമ്പ് കണ്ടിട്ടുണ്ട്. ഐ ആം കമ്മഡോർ സോ ആൻഡ് സോ. കമ്മഡോർ സാഹബ് ബൈറ്റി സർ, ബൈറ്റി ബൈറ്റി. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഡെലിബറേറ്റ്ലി ഹി പുട്ട് സം പോയിസൺ ഇൻ ടു മൈ പെറ്റ്. നോ ഡോക്ടർ വിൽ ഡു ഇറ്റ്, ഇറ്റ്സ് നോട്ട് എ പോയിസൺ. അദ്ദേഹം ചെയ്തത് വാക്സിൻ തന്നെയാണ്. ബട്ട് ഇറ്റ് ഇസ് സോ അൺഫോർച്ചുനേറ്റ് ദാറ്റ് ഇറ്റ് ഹാപ്പൻഡ്. അതിൽ ഞാൻ ഒരുപാട് വിഷമിക്കുന്നു സർ. അങ്ങയുടെ പെറ്റെന്നുള്ളതല്ല, ഒരു പെറ്റിനും അങ്ങനെ സംഭവിക്കാൻ പാടില്ല, ഒരു ഡോഗിനും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നല്ലൊരു പെറ്റ്, ഇനി നല്ല പെറ്റായാലും അല്ലാത്തതായാലും ശരി തന്നെ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു പോയി. ആൻഡ് ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് ദ ഫോൾട്ട് ഓഫ് എ ഡോക്ടർ. നോ ഡോക്ടർ, ഐ വോണ്ട് ബിലീവ്, ഐ വോണ്ട് ദാറ്റ് ഡോക്ടർ. അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തെ പിടിക്കാനും ഉപദ്രവിക്കാനുമാണ് വന്നിരിക്കുന്നത്. ഞാൻ പിന്നെ പറയും സാർ പ്ലീസ് വെയിറ്റ് ചെയ്തോളൂ, ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഓഫീസർ വരുന്നു. അപ്പോൾ ഡിസ്ട്രിക്ട് ഓഫീസർ വന്നു, അദ്ദേഹത്തിനൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചേംബറിലേക്ക് കൊണ്ടുപോയി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഉച്ച വരെ അവിടെ നിന്ന് ഒരുപാട് സംസാരിച്ചു. അതിനുശേഷം മറ്റേ ഡോക്ടറെ വിളിച്ചു വരുത്തി ഒരു മേശയ്ക്ക് ചുറ്റും സംസാരിച്ച്, അതിനിടയ്ക്ക് ഞാനത് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ ബോഡി തുറന്നു നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അത് കംപ്ലീറ്റ് ബ്ലീഡ് ചെയ്തിരിക്കുകയാണ്, മുഴുവൻ ബ്ലീഡിങ് ആണ്. ദാറ്റ് ക്ലിയർലി ഷോസ് ഒരു റിയാക്ഷനാണ്. അൺഫോർച്ചുനേറ്റ്, ഡോക്ടറുടെ കുറ്റമല്ല. കാരണം പലരും പറയാറുണ്ട് ഡോക്ടറെ റിയാക്ഷൻ ഉണ്ടായതിൻ്റെ കാരണം. അപ്പം ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഈ വാക്സിനൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒന്നുമല്ല. ഇത് വളരെ വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് ഉണ്ടാക്കുന്ന വാക്സിനാണ്. ഒരു വിശ്വാസമാണ്, അത് കിട്ടുമ്പോഴത്തേക്ക് അത് ഓക്കെ, ദാറ്റ് ഇസ് ഗുഡ്. പിന്നെ ഒരു എക്സ്പീരിയൻസും ഉണ്ട്, അത് ചെയ്യുന്നു. എനിക്ക് ചില പ്രത്യേക ബ്രാൻഡിൻ്റെ മുകളിൽ വളരെ വലിയ വിശ്വാസമുണ്ട്. കാരണം അതൊന്നും ചെയ്തൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അങ്ങ് ചെയ്യുന്നു. അദ്ദേഹം അത് ചെയ്തു. നിർഭാഗ്യവശാൽ ഇങ്ങനൊരു റിയാക്ഷൻ ഉണ്ടായിപ്പോയി. ദ ചാൻസ് ഇസ് ബിലോ 1%. അത് അങ്ങയുടെ പെറ്റിനത് ഉണ്ടായിപ്പോയി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ക്ലാസിക്കലി എ വാക്സിനേഷൻ റിയാക്ഷൻ എന്ന് ഞാൻ റിപ്പോർട്ട് എഴുതി കൊടുക്കുകയും ചെയ്തു. എന്തായാലും പിന്നീട് നമ്മൾ ഒരു മേശയ്ക്ക് ചുറ്റും സംസാരിച്ചു കഴിഞ്ഞാൽ തീരാത്ത കാര്യങ്ങളില്ലല്ലോ. അപ്പം അങ്ങനെ ഏതായാലും അത് പെറ്റ് മരണപ്പെട്ടു പോയി. അതിനെ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. പറ്റുമായിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാ എഫേർട്ടും അതിന് ചെയ്യുമായിരുന്നു. ബട്ട് അത് ചോദിച്ചു പോയി. അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷേ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത് അദ്ദേഹം ആദ്യം വല്ലാതെ വയലൻ്റായി. പ്രത്യേകിച്ച് അന്ന് ഈ ഇൻസിഡൻറ്റ് നടന്ന അന്ന് രാത്രി ഹി ബിക്കെയിം വെരി വയലൻറ്റ്. അത് ക്വൈറ്റ് നാച്ചുറൽ.